നമസ്കാരം. ഞാൻ സുദർശനൻ കൊല്ലം. ഇന്ന് ഞാൻ ഈ വീഡിയോയുടെ മുന്നിൽ ഇരിക്കുന്നത് വളരെ വലിയ ഒരു വേദനയോട് കൂടിയാണ്. ആ വേദന എന്തെന്ന് വെച്ചാൽ, ഞാനും ഒരു പിതാവാണ്. എന്നെ 2 ദിവസത്തിന് മുമ്പ് ഞാനൊരു ഫേസ്ബുക്കിലൊരു ചിത്രം കണ്ടിരുന്നു. ആ ചിത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആരുടെയും ഹൃദയം അലിഞ്ഞു പോകുന്ന തരത്തിലുള്ളതാണ്. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു പിതാവ് പട്ടിണി മാറ്റാൻ വേണ്ടി 2 ഇരട്ട കൊച്ചുങ്ങളെ $1200 വിൽക്കുന്നു. ആ ഒരു കാഴ്ച അതെന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എനിക്ക് എത്രയെല്ലാം ചിന്തിച്ചിട്ടും എൻ്റെ വേദന മാറുന്നില്ല. കാരണം ഇത്ര കണ്ട് ലോകത്ത് ഇത്ര കണ്ട് ആഡംബരങ്ങളും ഇത്ര കണ്ട് കലഹങ്ങളും ഇത്ര കണ്ട് രൂക്ഷമായ പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്ന ഈ വേളയിൽ ഒരു പിതാവിൻ്റെ വിശപ്പടക്കം, അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ വിശപ്പടക്കാൻ വേണ്ടി 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഈ $1200 വിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഓർത്തു നോക്ക്. എന്തോ ഒരു കഷ്ടമാണ്, എന്തോ ഒരു വേദനയാണ്. ഇന്ന് ലോകം മത്സരിക്കുകയാണ്. വമ്പൻ രാജ്യങ്ങളുണ്ട്, ധനികരായ എത്രയോ രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. ഒന്നിൻ്റെ അല്ലലറിയാ ജീവിക്കുന്ന എത്രയോ ലോകമുണ്ട്, എത്രയോ കുഞ്ഞുങ്ങളുണ്ട്, അല്ലേ? നമ്മളെ ഇന്ന് ഇവിടെ അഹങ്കാരത്തിൻ്റെ കൂടുതൽ കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് മത്സരിച്ച് വിജയിക്കാൻ വേണ്ടി അതിഭയങ്കരമായ ഘോര യുദ്ധങ്ങൾ നടത്തുന്നു. ഈ ഘോര യുദ്ധങ്ങൾ നടത്തുമെന്ന് പറയുമ്പോൾ ഉള്ളൊരു കളിയല്ലല്ലോ. ഈ പൊട്ടിച്ച് തീർക്കുന്ന വസ്തുക്കൾക്കെല്ലാം എത്രയോ $1 മില്യൺ ആയിരിക്കും അതിൻ്റെയൊക്കെ ചിലവായിട്ടുള്ളത്, അല്ലേ? ഈ പൊട്ടിച്ച് തീർക്കുന്ന ആ പണം ഉണ്ടെങ്കിൽ ലോകത്തുള്ള പാവങ്ങളുടെ വിശപ്പ് മാറ്റിക്കൂടെ? അവർക്കൊരു വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുത്തൂടെ? ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരുമോ? ഇവിടെ ലോകം മത്സരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് മത്സരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ്? ഇപ്പം അമേരിക്കയും ഇറാനും കൂടെ കടന്ന് യുദ്ധം ചെയ്യുന്നു. എന്തിനു നേട്ടം? എന്ത് നേട്ടം ഉണ്ടാവുന്നു? എന്ത് വിജയിച്ചവിടെ? എന്ത് വിജയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്? അവിടെ എന്താണ് ജയിച്ചത്? എന്താണ് നേടിയത്? അവർ അത് ആദ്യം മനസ്സിലാക്കണം. എന്താ നേടിയെന്നുള്ളത് നിങ്ങൾ അത് പറയണം. എന്തിനു വേണ്ടിയാണ് ഇപ്പം ഇറാനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നു? പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഇറാന്റെ ഗതികേട് കൊണ്ടും നിലനിൽപ്പിനും വേണ്ടിയാണ് മറ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ അവർ വേട്ടയാടുന്നത്. പക്ഷേ അതിന് ഞാൻ ഇറാനെ ഞാൻ അനുകൂലിക്കുന്നില്ല. ഇറാൻ ചെയ്തതും തെറ്റാണ്. നിങ്ങളുടെ അടുത്ത് മുമ്പ് പറഞ്ഞതുപോലെ കാര്യങ്ങൾ, നിങ്ങളും ആരും പുറകോട്ടല്ല, ആരും പിന്നിൽ നിൽക്കില്ല. എല്ലാവരും ഞാനാണ് വലുതെന്നുള്ള കാരണമാണ് ഈ ലോകം. ഇന്ന രാജ്യങ്ങൾ ഒന്നേന്നുണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്തെല്ലാം പാടുപെടണം, അല്ലേ? എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ്, എത്രയോ പാവങ്ങൾ, എന്തെല്ലാം സ്വപ്നങ്ങളാണ് അടിഞ്ഞു പോയത്, അല്ലേ? എല്ലാവരുടെയും ജീവിതത്തിൽ അനാശാന്തി ഉണ്ടാക്കിയില്ലേ? ഇന്ന് ഗൾഫ് രാജ്യങ്ങളിലും കിടക്കുന്ന മുഴുവൻ പാവങ്ങളും എന്തെല്ലാം കഷ്ടതകളാണ് അനുഭവിക്കുന്നത്, എന്തെല്ലാം ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. ലോകാരോഗ്യ സംഘടനകൾ ഇവിടെ ഇതൊന്നും കാണുന്നില്ലേ? മനുഷ്യാവകാശ ഇതൊന്നും അവരൊന്നും കാണുന്നില്ലേ? എന്തുകൊണ്ട് നല്ല കാര്യങ്ങൾ ഓതി കൊടുക്കുന്നില്ല? ഇനി ഞാൻ മുൻപൊരു വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇവിടെ യുദ്ധമല്ല ആവശ്യം, ഇവിടെ ശാന്തിയാണ്, അശാന്തിയല്ല. ഇവിടെ യുദ്ധമല്ല ആവശ്യം. ആ യുദ്ധം ചെയ്യുന്ന ആ പണം നിങ്ങൾ ഏതെങ്കിലും നല്ലതിന് ഉപയോഗിക്കേ. നിങ്ങളൊരല്പം താന്നു കൊടുത്തുകൊണ്ട് നിങ്ങൾ ആരും മോശക്കാരാവുന്നില്ല. പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക ഇനി അങ്ങോട്ടുള്ള കാലം സൂക്ഷ്മതയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും നിങ്ങൾ മുന്നോട്ട് പോകണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പതനം ഉറപ്പാവുന്നുള്ളത്. കാരണം നിങ്ങൾക്ക് ലോകത്തിൻ്റെ വലിയ ആളാണെന്ന്, ഞങ്ങളെ കവിഞ്ഞ ആരും ഇല്ല, ഞങ്ങൾക്ക് മുകളിൽ ആരും പോണ്ട എന്നുള്ളൊരു ധാരണ, ആ ധാർഷ്ട്യ ധാരണ, അത് നിങ്ങൾ ഉപേക്ഷിക്കണം. അത് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അറിയാതെ തന്നെ ഇവിടെ മിക്ക രാജ്യങ്ങളും നിങ്ങളെക്കാൾ വലിയതായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളവരെ അടിച്ചമർത്താനും നിങ്ങളവരെ ഉന്മൂലനം ചെയ്യാനും ഒക്കെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പാടില്ല. ട്രംപിന് കുറെ ഭരണം കിട്ടിയെന്ന് വെച്ച് ഈ മാതിരി ദ്രോഹങ്ങൾ അവിടെ വസിക്കുന്നവരോടൊക്കെ എന്തെല്ലാം ക്രൂരതകളെ കാണിക്കുന്നത്, എന്തെല്ലാം നിബന്ധനകളെ കൊണ്ടുവരുന്നത്. ശരിയാണോ ഇതൊക്കെ? തെറ്റാണ്. നിങ്ങൾ ദിവസേന നിങ്ങൾ ഈ പൊട്ടിച്ചു തീർക്കുന്ന പണമുണ്ടെങ്കിൽ ലോകത്തിന്റെ വിശപ്പടക്കാൻ കഴിയും. അല്ലാതെ ഒരു രാജ്യത്തിന്റെ വിശമ്പും പട്ടിണിയായി അതങ്ങ് ഉന്മൂലനം വന്നാൽ ഞാൻ മോളി നിൽക്കും. നിങ്ങൾക്കൊരു ആഗ്രഹം, നിങ്ങൾ വിചാരിക്കൊരു ആഗ്രഹമുണ്ട്, ഈ ഭൂമിയിൽ എല്ലാവരും അങ്ങ് നശിച്ചാലും ഞങ്ങൾ മാത്രം നിവർന്നു നിൽക്കുമെന്ന്. അത് ചൈനയുടെ ഒരു മോഹമാണ്.
ചൈന മോഹിച്ചത് അങ്ങനെയാണല്ലോ ചൈന കൊണ്ടുവന്ന് ഇവിടെ കൊറോണ ഇറക്കിയത് അല്ലേ? ഞാൻ മുമ്പും പറഞ്ഞിരുന്നു, ഒരു 75-80 കൊല്ലത്തിന് പുറകിലോട്ട് പോയി ഈ രാജ്യത്തും അല്ലെങ്കിൽ ഈ ലോകത്തും ഇന്ത്യയിലും പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ബീമാരികൾ എന്തെല്ലാം അണു മുഖേന ഉണ്ടായിട്ടുള്ള എന്തെല്ലാം അസുഖങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഉൽപ്പത്തി ഇവിടാണ്. ഇവിടുത്തെ തെങ്ങിനെല്ലാം മണ്ടരിയ എന്തൊക്കെ പിടിച്ചു. എന്താണ് ഇതിന് കാരണം? ഇത് എവിടെ നിന്നാണ് ഇതിന്റെ സംഭവിച്ചിരിക്കുന്നത്? ആരാണ് ഇവിടെ കൊണ്ടുവന്ന് കൃത്രിമങ്ങളെല്ലാം വിതറിയത്? ഇതിന് വിഷാംശമായ കാര്യങ്ങൾ ഇതിനകത്ത് കാറ്റിൽ പറത്തിയത് ആരാണ്? ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ടതാണ്, നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. അതറിയാവോ? ചൈന ഇവിടെ വർഷങ്ങൾക്ക് മുമ്പേ ചൈനയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പതനമാണ് അവരാഗ്രഹിച്ചത്. അന്നത്തെ അവർ പരീക്ഷണങ്ങളെല്ലാം നടത്തുന്ന ഇന്ത്യയുടെ അടുത്താണ്. അതറിയോ? ഇവിടെ ഉണ്ടായിട്ടുള്ള ഓരോ അസുഖങ്ങളുടെയും പിന്നില് എന്താണെന്നുള്ള ആ രഹസ്യം നിങ്ങൾ കണ്ടെത്തണം. ആ അണു മനുഷ്യ സൃഷ്ടിയാണോ അതോ ഈശ്വര സൃഷ്ടിയാണോ എന്ന് പഠിക്കേണ്ടതാണ്. അതറിയോ? അങ്ങനെയാണ് വേണ്ടുന്നത്. ഇവിടെ നടന്നിട്ടുള്ള മുഴുവൻ കൊലകളും മുഴുവൻ അസുഖങ്ങളും ഇതിനെല്ലാം ഒരു തുമ്പുണ്ടാക്കേണ്ടുന്ന കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇപ്പം വളരെ ടെക്നോളജി വളർന്നു, എല്ലാ സാങ്കേതിക വിദ്യകളും ഉണ്ട്, എല്ലാത്തിനും ഇതുണ്ട്. ഇതറിയണം, ലോകത്തെ അറിയിക്കണം എന്താണ് ഇതിൻ്റെ സംഭവങ്ങൾ എന്നുള്ളത്. ഇനി ഞാൻ ഒന്ന് പറയുന്നു, ഈ ലോകത്തുള്ള ഏതെങ്കിലും രാജ്യത്തിന് ഒരു യുദ്ധം ചെയ്യണമെന്ന് മനസ്സിൽ കൊതി വരുമ്പം അവർക്ക് എല്ലാം ആയി കഴിയുമ്പോൾ ആരുടെയെങ്കിലും തൊള്ളയിലോട്ടൊന്ന് കയറി കൊള്ളാന്നുള്ള ഈ അഹങ്കാര ബുദ്ധി അത് നിങ്ങൾ ഓരോരുത്തരും ഉപേക്ഷിച്ചോണം. ഈ ലോകത്തിൻ്റെ പതനം നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ആവാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഈ ലോകം വളരെ വലിയ അപകടകരമായ കാര്യത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഭൂമി മുമ്പും ചൊവ്വയിൽ നടന്നതും ഇതുപോലെ തന്നെ. അവിടെയും ബുദ്ധിരാക്ഷസരായ മനുഷ്യവാസം ഉണ്ടായിരുന്നൊരു ഗ്രഹം തന്നെയാണ് ചൊവ്വാഗ്രഹം. അതുപോലെ തന്നെ പല ഗ്രഹങ്ങളിലുണ്ട് ഇതുപോലുള്ള അമിതമായ കയ്യാളലും അമിതമായ ബുദ്ധിയും ഈ മത്സര ബുദ്ധിയും ഒക്കെ ഉണ്ടായി ന്യൂക്ലിയർ പോലെ അപാരമായ വിഷാംശങ്ങളെല്ലാം നിറഞ്ഞ വസ്തുക്കൾ ഈ മാതിരി പൊട്ടിച്ച്. അത് കണക്ക് എനിക്ക് എടുത്തു പറയാൻ ഒരു കാര്യമുണ്ട്. അമേരിക്ക ഒരു ഗ്രഹത്തിൽ കൊണ്ടുപോയി അണുബോംബ് ഇട്ടു. എന്തർത്ഥത്തിൽ? ആരും ചോദിക്കാനില്ലെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തേ. അതിന്റെ വിപത്ത് എത്ര മാത്രം വലുതാണെന്നുള്ളത് അവർ അറിഞ്ഞിരുന്നില്ലല്ലോ. അവരെന്തിനങ്ങനെ ചെയ്തു? എന്തിനു വേണ്ടി അത് ചെയ്തു? അത് തെറ്റാണ് കാണിച്ചത്. ഒരിക്കലും ഇങ്ങനെയുള്ളൊരു അപകടകരമായ ഈ ദോഷഭാവങ്ങളൊന്നും ഒരു രാജ്യങ്ങളും ചെയ്യാതിരിക്കുക. അപ്പം എനിക്ക് പറയാനുള്ളത് UN ജനറൽ ലോണാണ്. നിങ്ങളാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത്, നിങ്ങളല്ലേ എല്ലാം വിലയിരുത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ശ്രദ്ധപ്പെട്ടില്ലായിരുന്നോ ഈ അഫ്ഗാനിലെ ഈ പാവം പിടിച്ച തന്ത ആ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്? നിങ്ങൾക്കത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം കൊടുക്കാനോ അതിന് വേണ്ടുന്ന ഇതൊന്നും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലേ? അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ലോകത്ത് ആവശ്യമില്ലാതെ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കാൻ അവർക്ക് ക്ലാസ് എടുക്കുക, അവർക്ക് ബോധവൽക്കരണം നടത്തുക. രാഷ്ട്ര തലവന്മാർക്ക് ബോധവൽക്കരണമാണ് ആവശ്യം. അവരുടെയൊക്കെ തോന്നുന്ന പോലെ അവരുടെ ബുദ്ധി പ്രയോഗിച്ച് അവർക്ക് കളിക്കാനല്ല ഈ ലോകം ഇരിക്കുന്നത്.